ബൈലൈനിലേക്ക് സ്വാഗതം. മോദിയുടെ മൂന്നാം മന്ത്രിസഭയെക്കുറിച്ച ചില ചിന്തകളാണ് ഇത്തവണ ബൈലൈൻ ചർച്ച ചെയ്യുന്നത്. 7000 കോടിയോളം രൂപ ചെലവിൽ 18ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി ജനാധിപത്യ മതേതര രാഷ്ട്രമായ ഇന്ത്യയിലെ മോദിയുടെ മൂന്നാം മന്ത്രിസഭ അധികാരമേറ്റിരിക്കുന്നു. BJP നിലവിലുള്ള സീറ്റുകൾ പോലും നേടാനാവാതെ 240ലേക്ക് താഴ്ന്നു. എങ്കിലും BJP നയിക്കുന്ന NDA മൊത്തം 543 സീറ്റിൽ 294 നേടിയാണ് വീണ്ടും രാജ്യം ഭരിക്കാനുള്ള അവകാശം സ്വന്തമാക്കിയത്. 233 സീറ്റുകൾ മാത്രം നേടിയ പ്രതിപക്ഷ മുന്നണി കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യം പിന്നിലാണ്. പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ രാജ്യത്ത് സവിശേഷമായൊരു സാഹചര്യമാണ്. കുട്ടിഘോഷിച്ച 400+ എന്നല്ല, സ്വന്തമായി 300 പോലും BJPക്ക് സ്വപ്നം മാത്രമായി അവശേഷിച്ചു. സാമൂഹിക മാധ്യമങ്ങളിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് പോലെ വിജയം തോൽവിയായി അനുഭവപ്പെടുകയും തോറ്റുപോയവർക്ക് വിജയം ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്ന അസുലഭമായ സാഹചര്യമാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നാട്ടിലുള്ളത്. രാജ്യത്തെ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകളുടെ സംഘാടനം വിലയിരുത്തുമ്പോൾ 1990 മുതൽ 96 വരെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന മലയാളി TN ശേഷന് സവിശേഷമായൊരു സ്ഥാനമുണ്ട്. പെരുമാറ്റച്ചട്ടങ്ങൾ കർശനമായി നടപ്പാക്കിയ അദ്ദേഹം കമ്മീഷൻ്റെ അധികാരവും ഔന്നത്യവും ഉയർത്തിപ്പിടിച്ചു. എന്നാൽ അതിൻ്റെ മറുവശത്ത് കാണിക്കാൻ മൂർത്തമായ ഒന്നില്ലായിരുന്നു. ആ കുറവ് ഇത്തവണ പരിഹരിച്ചു. BJPയുടെ സഖ്യകക്ഷി പോലെയായിരുന്നു കാവ്യവൽക്കരിച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് വിമർശനം വെറുതെയല്ല. മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു. പ്രതിപക്ഷ നേതാക്കളും സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായ അരവിന്ദ് കെജ്രിവാൾ, സോറൻ തുടങ്ങിയവരെ തടവിലാക്കി. 400ലേറെ വാർത്താ ചാനലുകളും അസംഖ്യം വാർത്താ വെബ്സൈറ്റുകളും വിദ്വേഷം വിളമ്പി. രാമക്ഷേത്രം വോട്ട് കൊണ്ടുവരുമെന്ന് ഉറപ്പിച്ച് കാത്തിരുന്ന ഹിന്ദുത്വരുടെ ആക്രോശങ്ങൾ അസഹ്യമായി. കള്ളക്കഥകളും വ്യാജ ആരോപണങ്ങളുമായി പ്രധാനമന്ത്രി മോദി തന്നെ മുസ്ലിങ്ങൾക്കെതിരെ വിഷം വമിച്ചു. എന്നിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറക്കം തുടരുകയായിരുന്നു. പക്ഷേ BJPയും മോദിയും മോഹിച്ചത് നടന്നില്ല. BJPക്ക് സ്വന്തമായി ഭൂരിപക്ഷം ലഭിച്ചില്ല. ഇതോടെ സ്വയം ദൈവം തന്നെയായി വിശേഷിപ്പിച്ച മോദിയുടെ കാറ്റുപോയി. UPയിൽ പോലും BJPക്ക് അടിവതറി. രാമക്ഷേത്രം വന്ന അയോധ്യയിൽ പോലും കാലിടറി വീണു. BJPയുടെ ഭീഷണിക്ക് വഴങ്ങി ഇന്ത്യ സഖ്യത്തോട് വൈമുഖ്യം കാട്ടി തനിച്ചു മത്സരിച്ച മായാവതിയുടെ കാരുണ്യത്തിൽ കിട്ടിയ 10-15ഓളം സീറ്റുകൾ കൂടി ഇല്ലായിരുന്നുവെങ്കിൽ BJPയുടെ അവസ്ഥ UPയിൽ കൂടുതൽ മോശമാകുമായിരുന്നു. പശുബെൽറ്റിൽ ഹിന്ദുത്വർക്ക് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. മുസ്ലിം വിദ്വേഷവും രാം മന്ദിറും ശ്രീരാം വിളികളും തൊഴിലും ഭക്ഷണവും നൽകില്ലെന്നും ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തില്ലെന്നും ഉത്തരേന്ത്യയിലെ പാവങ്ങൾ തിരിച്ചറിഞ്ഞത് മോദിക്കും BJPക്കും വിനയായി. 2002 ഗുജറാത്തിൽ വംശഹത്യയ്ക്ക് ശേഷം ഹിന്ദുത്വയുടെ പ്രതിപുരുഷനായി ഉയർന്നു വന്ന നരേന്ദ്രമോദിക്ക് 2 ദശകങ്ങളായി ഏകാധിപതിയായി വാണ അനുഭവം മാത്രമേ ഉള്ളൂ, ആ പരിചയം മാത്രമേ ഉള്ളൂ. ആ രീതിയിൽ ഇനി ഭരണരംഗത്ത് തുടരാനാവില്ല. ഇനി മാറ്റങ്ങൾ ഉണ്ടാകാതെ വയ്യ. ആ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു താനും. ഇന്നോളം BJP എന്ന് മാത്രം ഊന്നിയിരുന്ന മോദി ജൂൺ 4-ന് ശേഷം NDA എന്ന് ആവർത്തിക്കുന്നു. അതൊരു പ്രതീകമാണ്, പ്രതീകാത്മകമായ മാറ്റമാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതീക്ഷ പുലർത്തുന്ന നിതീഷിൻ്റെയും നായിഡുവിൻ്റെയും അനുമതിയോടെയല്ലാതെ ഇനി മോദിക്ക് ഒരു നീക്കവും നടത്താനാവില്ല. പുലിയായി വന്ന് പൂച്ചയായി മാറുന്ന അവസ്ഥ. രാഷ്ട്രീയമായി മോദി നിഷ്ക്രിയനായ സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. മോദി ഷാ എന്ന അവസ്ഥയ്ക്ക് മാറ്റം വന്നിരിക്കുന്നു. BJPയും ഗഡ്കരി യോഗി ആദിത്യനാഥ് സംഘം മേധാവിത്വം പുലർത്തുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു. മോദിയും ഷായും വീണ്ടും അധികാരമേറിയാൽ ആദ്യം ധരിക്കുന്നത് UPയിൽ യോഗിയുടെ ഭരണമായിരിക്കുമെന്ന് ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ അകത്തളങ്ങളിൽ നേരത്തെ തന്നെ വാർത്തകൾ നിലനിന്നിരുന്നു. വാരണസിയിൽ ഭൂരിപക്ഷം വളരെ കുറഞ്ഞ മോദിയുടെ നില ദുർബലമാണ്. മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്കും നേതാക്കൾക്കും കൂടുതൽ അഭികാമ്യൻ എന്ന നിലയിൽ ഗഡ്കരി കൂടുതൽ കരുത്തരാകും. മറ്റ് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ഭിന്നമായി RSSൻ്റെ ഹിന്ദുത്വ ഭീകരതയ്ക്കെതിരെ ശക്തമായ ആക്രമണം നടത്തിയാണ് രാഹുലും പ്രിയങ്കയും ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നയിച്ചത്. ജൂൺ 4-ൻ്റെ ഫലങ്ങൾ RSSനെതിരെ സംസാരിക്കാനുള്ള സാധാരണ ഇന്ത്യൻ പൗരൻ്റെ ഭയം നീക്കിയിരിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെടുന്ന സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കുന്നതിന് കോർപ്പറേറ്റ് പടക്കൊഴുപ്പിൽ MP-മാരെയും MLA-മാരെയും ഒക്കെ വിലക്കെടുത്തിരുന്ന ഓപ്പറേഷൻ കമല പോലുള്ള പദ്ധതികൾ ഇനി എത്രമാത്രം നടപ്പാക്കുമെന്ന് കണ്ടറിയണം. കോടതി വിധികളും ഓഡിറ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും.
ജുഡീഷ്യറി സംഘീയ നയങ്ങളിൽ നിന്നും മാറി നിലപാട് സ്വീകരിക്കാൻ അവർ നിർബന്ധിതരാകും. സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റായി കപിൽ സിബൽ അവരോധിക്കപ്പെട്ടത് നല്ലൊരു സൂചനയാണ്. ഇലക്ഷൻ കമ്മീഷൻ മാത്രമല്ല, ED പോലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും രാഷ്ട്രീയ താൽപ്പര്യം മുൻനിർത്തിയുള്ള കളികൾ തുടരാൻ പ്രയാസം നേരിടും. പ്രതിപക്ഷത്തിനും കോൺഗ്രസിനും കൂടുതൽ സ്ഥാനം നൽകാൻ ഇനി അദാനിയും അംബാനിയും നിർബന്ധിതരാണ്. അവരുടെ നിയന്ത്രണത്തിലുള്ള മീഡിയ കോൺഗ്രസ്സിന്, പ്രതിപക്ഷത്തിന് സർക്കാർ വിരുദ്ധ സമീപനങ്ങൾക്ക് കൂടി ഇനി ഇടം അനുവദിക്കേണ്ടി വരും. സി ന്യൂസിൽ നടന്ന ഇളക്കി പ്രതിഷ്ഠകൾ തുടക്കമാണ്. കഴിഞ്ഞ 10 വർഷക്കാലം മീഡിയ കൊട്ടിഘോഷിച്ച മോഡിയുടെ സുവർണകാലത്തിൻ്റെ ഉള്ളറകളിലേക്ക് ഇനി വരുന്ന ആളുകളിൽ നമ്മുടെ മീഡിയ തന്നെ വെളിച്ചം വീഴ്ത്തുമെന്നത് ഉറപ്പാണ്. ജാതി സെൻസസ്, സംവരണം തുടങ്ങിയ മുഖ്യ വിഷയങ്ങളിൽ NDAക്ക് പൊതുപരിപാടികൾ പ്രഖ്യാപിക്കുന്നത് എളുപ്പമല്ല. ജാതി സെൻസസിന് നിതീഷിൻ്റെയും നായിഡുവിൻ്റെയും പാർട്ടികൾ പിന്തുണക്കുന്നു. ബീഹാറിൽ നിതീഷാണ് അതിന് തുടക്കമിട്ടത്. ആന്ധ്രാപ്രദേശിൽ മുസ്ലിം സംവരണ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നായിഡുവിൻ്റെ TDP തിരഞ്ഞെടുപ്പിന് നേരിട്ടത്. മുസ്ലിങ്ങൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കുമെതിരായ നീക്കങ്ങൾ അനുവദിക്കില്ല എന്ന് JDU യുണൈറ്റഡ് ജനതാദളിൻ്റെ ദേശീയ വക്താവ് KC ത്യാഗി കഴിഞ്ഞ ദിവസം പോലും സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ആവർത്തിച്ചിരുന്നു. ഏക സിവിൽ കോഡ്, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നീ BJP നയങ്ങൾ പിന്തുണക്കുന്ന കക്ഷിയാണ് നിതീഷ് കുമാറിൻ്റെ JDU. എന്നാൽ മുഖ്യമന്ത്രിമാരും രാഷ്ട്രീയ കക്ഷികളുമായി ചർച്ച നടത്തി ഏകോപനമുണ്ടാക്കി മാത്രം വേണം അവ ആവിഷ്കരിക്കാൻ എന്ന വ്യക്തമായ നിലപാട് കൂടി അതിൻ്റെ കൂടെ JDU പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നോളം BJP സ്വീകരിച്ച, മോദി സ്വീകരിച്ച ഏക സിവിൽ കോഡ്, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നീ BJP നയങ്ങൾ പിന്തുണക്കുന്ന കക്ഷിയാണ് നിതീഷ് കുമാറിൻ്റെ JDU. എന്നാൽ മുഖ്യമന്ത്രിമാരും രാഷ്ട്രീയ കക്ഷികളുമായി ചർച്ച നടത്തി ഏകോപനമുണ്ടാക്കി വേണം അവ ആവിഷ്കരിക്കാൻ എന്ന വ്യക്തമായ നിലപാട് അതോടൊപ്പം തന്നെ JDU പ്രഖ്യാപിക്കുന്നുണ്ട്. BJPയുടെ സംവരണ വിരുദ്ധതയോടും JDUവിന് യോജിപ്പില്ല. മഹാരാഷ്ട്രയിൽ ഭിന്നിച്ചു നിൽക്കുന്ന ശിവസേന പക്ഷങ്ങളും NCPയും ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിച്ചാൽ അത് ഇന്ത്യ സഖ്യത്തിന് കരുത്താകും. 4 മാസങ്ങൾക്കകം മഹാരാഷ്ട്രയിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് വരുന്നു. അത് അസ്വാഭാവികമല്ല അത്തരമൊരു നീക്കം. കരുത്തുറ്റ പ്രതിപക്ഷമായി ഒന്നിച്ചു നിന്നാൽ ഇന്ത്യ സഖ്യത്തിന് നല്ലൊരു ഭാവിയുണ്ട്. മോദി 3ാം മന്ത്രിസഭ 5 വർഷം തികക്കുമെന്ന് പ്രതീക്ഷ പുലർത്താൻ അനുഭവം നമ്മെ അനുവദിക്കുന്നില്ല. ഈ മോദി മന്ത്രിസഭ അധികാരമേൽക്കുമ്പോൾ അജിത് പവാറിൻ്റെ NCPയുടെ അനുഭവവും BJPയിൽ തന്നെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പരസ്യ പ്രഖ്യാപനവും സാമ്പിൾ മാത്രമാണ്. ക്യാബിനറ്റ് റാങ്ക് പ്രതീക്ഷിച്ചിരുന്ന സുരേഷ് ഗോപിക്ക് സഹമന്ത്രി സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത്. 1977 മൊറാർജി നയിച്ച ജനതാ പാർട്ടിയുടെ അനുഭവമാണ് മോദി സർക്കാരിനെ കാത്തിരിക്കുന്നത് എന്ന് ചുരുക്കി പറയാം. ജനതാ പാർട്ടിയിൽ RSSൻ്റെ ദ്വയാംഗത്വമാണ് അന്ന് മൊറാർജി സർക്കാരിനെ തകർത്തത്. 10 വർഷം ന്യൂനപക്ഷങ്ങളുടെ രക്തം കുടിച്ച രക്ഷസന് വ്രണം നക്കി അടങ്ങിയൊതുങ്ങി എത്ര കാലം പതുങ്ങിക്കഴിയാൻ കഴിയും എന്നതിനും ആശ്രയിച്ചിരിക്കുന്നു 3ാം മോദി മന്ത്രിസഭയുടെ ഭാവി.